ഹലോ. അപ്പോൾ എൻ്റെ ഒരു 2-day ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് ചില്ല് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല എക്സൈറ്റ്മെൻ്റ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സാധനങ്ങളൊക്കെ റെഡി ആക്കി എടുത്ത് പാക്ക് ചെയ്തിട്ട് ഞാനിപ്പോൾ ഈവനിങ് യാത്ര തിരിച്ചു. കുറച്ച് ലോങ് ഉണ്ട്, ഒരു 3 hour റണ്ണിങ് ഉണ്ട് എനിക്ക്. ഞാനിവിടെ ഫുജിയറിൽ നിന്നും ദുബായിലേക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ മസാഫിയിലെത്തി. അവിടെ നിന്ന് മാത്രമേ എനിക്ക് ബസ് കിട്ടാറുള്ളൂ. അപ്പോൾ ഞാൻ ബസ് പിടിച്ച് ഇപ്പോൾ മെട്രോയിൽ എത്തിയിട്ടുണ്ട്. ഇനി മെട്രോയിൽ കയറിയിട്ട് നമുക്ക് അവിടുത്തെ മെട്രോ സ്റ്റേഷനിലേക്ക് പോയി ഇറങ്ങേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. കുറേ ആയിട്ട് ഈ വഴിക്കൊന്നും വരാത്തത് കൊണ്ട് തന്നെ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഞാനങ്ങനെ ഡെയിലി ഈ വഴിക്കൊന്നും യാത്ര ചെയ്യുന്ന ഒരാളല്ല. അപ്പോൾ എനിക്ക് ബസ്സിൻ്റെ ടൈമാണെങ്കിലും മെട്രോ പിന്നെ എപ്പോഴും ഉണ്ടാവും, അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ഞാനിതാ മെട്രോയിലെല്ലാം കയറി. മെട്രോയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബസ്സിൽ കയറി. ഇനി എനിക്ക് 20 മിനിറ്റും കൂടെ യാത്രയുണ്ട്. അങ്ങനെ ഫൈനലി ഞാൻ അവളുടെ ഫ്ലാറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഏറെക്കുറെ സമയം ഒരു 10-10:30 ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതൽ ആളും ഉണ്ടായിരുന്നില്ല. അവളുടെ ഫ്ലാറ്റിൻ്റെ അടിയിൽ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവളെ അന്വേഷിച്ചിട്ട് ഇങ്ങനെ വിജനമായ വീതിയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫൈനലി എനിക്കൊരു നേല് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ കണ്ടുമുട്ടി. പിന്നെ ഒരുപാട് സംസാരിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു 6 month കൂടുമ്പോഴെല്ലാം മീറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഒരു 3 month 6 month എല്ലാം കൂടുമ്പോൾ ഞങ്ങൾ മീറ്റ് ചെയ്യാറുണ്ട്. ഞാൻ ലോങ് ആവും കൊണ്ടും പിന്നെ എല്ലാവരും വർക്കിൻ്റെ ഒക്കെ എല്ലാ തിരക്കിലാവും കൊണ്ടുമാണ് ഇത്രയും ടൈം എടുക്കുന്നത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഒരു 2 ആളും കൂടെ ജോയിൻ ചെയ്യാണ്ട് അവർ നാളെ ജോയിൻ ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൾ ഫുഡ് കഴിക്കാതെ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഫുഡ് കഴിക്കൽ കഴിഞ്ഞപ്പോൾ തന്നെ അടുത്തുള്ളൊരു പാർക്കിലേക്ക് ഇറങ്ങി കേട്ടോ. അവിടെ നല്ല വിശാലമായിട്ടുള്ളൊരു പാർക്കുള്ളതുകൊണ്ട് അവിടെ കുറേ നേരം ഇരുന്നു, ഫോട്ടോസ് എല്ലാം എടുത്തു. കുറേ കാലത്തെ വിശേഷങ്ങൾ പറയാണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ പറഞ്ഞ് നടന്നുകൊണ്ടിരുന്നു. പിന്നെ ഒരു 12:30 ഒക്കെ ആയപ്പോൾ പാർക്ക് ക്ലോസ് ചെയ്തു കേട്ടോ. ഇവിടെ എല്ലാ പാർക്കുകളും 12-12:30 ഒക്കെ ആയിക്കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യും. ചിലത് മാത്രമാണ് ഓപ്പൺ ആയിട്ടിരിക്കുകയുള്ളൂ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പാർക്കിങ്ങിലോട്ട് ഇറങ്ങി 2 കോൺ ഐസ്ക്രീമും മേടിച്ചു. പിന്നെ അതുപോലെ വെള്ളമെല്ലാം മേടിച്ച് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന കുറേ ആഗ്രഹങ്ങളായിരുന്നു കേട്ടോ. അതെല്ലാം ഇപ്പോൾ സാധിക്കണമെന്നുള്ളതാണ് വലിയ സന്തോഷം. കാരണം ആ ഒരു ടൈമിൽ ഞങ്ങൾക്ക് രാത്രി അല്ലെങ്കിൽ ഒരു വൈകിട്ട് പോലും ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റിയിരുന്നില്ല. ഈവനിങ് 5 മണിയാകുമ്പോൾ തന്നെ വീട്ടിലെത്തണം എന്നുള്ള റൂളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ ആഗ്രഹിക്കാതെ പലതും നടക്കുമെന്ന് പറയുമല്ലോ. അതും ഫ്രണ്ട്സ് എല്ലാവരും അടുത്ത് വരിക, അവരുടെ കൂടെ കറങ്ങാൻ പോവുക. നമ്മൾ നട്ടപ്പാതിര വരെ അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ഉറങ്ങേണ്ട ടൈം ആയപ്പോഴാണ് റൂമിലോട്ട് പോയത്. അങ്ങനെ നെക്സ്റ്റ് ഡേ ആയി. അപ്പോൾ ഇന്ന് ഒരാളും കൂടെ ജോയിൻ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അവളെ വെയിറ്റ് ചെയ്ത് നിന്ന് ഞങ്ങൾ ഡ്രസ്സെല്ലാം മാറ്റി റെഡിയായി പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴത്തേനും അവൾ വന്നിട്ടുണ്ടായിരുന്നു. അവളെ കൂട്ടിയിട്ട് ഞങ്ങൾ ഇന്ന് പുറത്ത് കറങ്ങാൻ വേണ്ടി പോവുകയാണ്. മെട്രോ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ടാക്സി വിളിച്ചിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത് ഞങ്ങളിപ്പോഴും പ്ലാൻ ചെയ്തിട്ടില്ല. കാരണം മെട്രോയിൽ കയറിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റോപ്പ് എത്തുമ്പോൾ ഇവിടെ ഇറങ്ങാം എന്ന് പറയുമ്പോഴാണ് ഞങ്ങൾ ഇറങ്ങുക.
അല്ലെങ്കിൽ അവിടെ വെച്ച് സ്പോട്ടിലുണ്ടാകുന്ന ഒരു പ്ലാനിങ് കൊണ്ട് നടക്കുന്നതാണ് ഞങ്ങൾ ഒരുവിധമുള്ള ട്രിപ്പുകളും. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ എൻജോയ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. കാരണം ചില പ്ലാനുകൾ നമ്മൾ ഇടുന്നത് അതുപോലെ നടക്കണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ സ്പോട്ടിൽ എന്താണോ ഞങ്ങൾക്ക് കിട്ടുന്നത് അത് അപ്പോൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുക. ഫൈനലി നമ്മളൊരു പ്ലാനിൽ ഫിക്സ് ആയിട്ടുണ്ട്. ദുബായ് മോളിലേക്ക് പോവുക, അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കുക, റിട്ടേൺ അടിക്കുക എന്നുള്ളൊരു പ്ലാനായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ദുബായ് മോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നേരത്തെ കറക്കത്തിനൊക്കെ ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. പിന്നെ ഫുഡെല്ലാം കഴിച്ച് ടൈം ലേറ്റായി. കാരണം 12 മണിക്ക് ശേഷം മെട്രോയും ക്ലോസ് ആകും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫ്ലാറ്റിലോട്ട് എത്തി. അങ്ങനെ ഞങ്ങൾ 3 പേരും ഇന്ന് അവിടെ തന്നെയാണ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ നെക്സ്റ്റ് ഡേ ആണ് സൺഡേ. അപ്പോൾ സൺഡേ മോർണിംഗ് തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഇന്ന് ഈവനിങ് എല്ലാവർക്കും അവനവൻ്റെ വീട്ടിലേക്ക് എത്തേണ്ടതുണ്ട്. പിന്നെ അതുപോലെ മൺഡേ വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് എല്ലാവരും തിരിച്ചു പോകേണ്ട ദിവസമാണ്. അപ്പോൾ ഇത് ഈ ഒരു ട്രിപ്പിലെ ലാസ്റ്റ് ഡേ ആകുകൊണ്ട് തന്നെ മാക്സിമം എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ വന്നിട്ടുള്ളത് ഗോൾഡ് സൂക്കിനകത്തേക്കുള്ള ഒരു ബോട്ട് സർവീസിലാണ് കേട്ടോ. അപ്പോൾ ബോട്ട് സർവീസിൽ ഇവിടുത്തെ 1 ദിർഹം അഥവാ നാട്ടിലൊരു 23-24 രൂപക്ക് നമ്മൾ ഒരു ബോട്ട് സർവീസ് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു അപ്പുറത്തെ കരയിലേക്ക് നമ്മളെ കൊണ്ടാക്കി തരാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളിതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ സീഗിൾസ് തന്നെയാണ് കേട്ടോ. ഈ സീഗിൾസ് ഇങ്ങനെ താഴത്തൂടെ പറന്നു വരുന്നതും അത് വൈബ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. അപ്പോൾ അതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ബോട്ട് ട്രിപ്പിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഇതൊരു സ്ട്രീറ്റ് പോലെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് ഫുഡുകളും പിന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻസും അങ്ങനെയൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അതിനെല്ലാം ചുറ്റിക്കറങ്ങിയതിന് ശേഷം ഞങ്ങൾ ഓരോരുത്തരായിട്ട് അവനവൻ്റെ കൂട് പിടിക്കാൻ തയ്യാറായി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ റിട്ടേൺ മെട്രോയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളെല്ലാവരും യാത്ര പറഞ്ഞ് തിരിച്ച് ഫ്ലാറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ പോണ വഴിക്ക് ആരും ഉണ്ടായിരുന്നില്ല, വിജനമായി കിടക്കുമായിരുന്നു മെട്രോ സ്റ്റേഷനൊക്കെ. ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല കേട്ടോ. ബസ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ബസ്സിൽ 1.5 മണിക്കൂർ എനിക്ക് യാത്ര ഉണ്ട് എൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക്. അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് എനിക്കൊരു അരമണിക്കൂറും കൂടെ എൻ്റെ ഫ്ലാറ്റിലേക്ക് പോകാനും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ് ഗേൾസ് ഡേ ആവട്ടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.